ഒന്നിച്ചൊന്നായി അണിചേരൂ. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദി സർക്കാർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തം നിങ്ങൾ അറിഞ്ഞോ. കോടതിക്ക് കൊടുത്തൊരു വാക്ക് തട്ടിയരിഞ്ഞ് നടപ്പാക്കിയ CAA കുലയട്ടെ. അറബിക്കടലിൽ താഴട്ടെ. പ്രതികരിക്കുക നാട്ടാരെ. കോർഡിനേഷൻ കമ്മിറ്റി സഹോദര സമുദായങ്ങൾ ആരെങ്കിലും ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മേലാറ്റൂർ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വിളിച്ചാൽ മതി, അത് കാര്യമായിരിക്കുമെന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയും ആ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശീലം, ഒരു പരിപാടിയാണ് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഇതുവരെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ 2020 തന്നെ ഇതുപോലെ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ CAA, NRC തുടങ്ങിയിട്ടുള്ള ഈ വിഷയങ്ങൾക്കെതിരെ ഉജ്ജ്വലമായ ഒരു പ്രകടനം മേലാറ്റൂരിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ബഹുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പരിപാടി ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലഹരി വ്യാപനം നടന്നപ്പോ അതിനെതിരെ ശക്തമായിട്ട് ക്രിയാത്മകമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളുടെയും സഹകരണത്തോട് കൂടിയിട്ട് നല്ലൊരു പരിപാടി കോർഡിനേഷൻ കമ്മിറ്റിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഫലസ്തീനിൽ ഇസ്രായേലിന്റെ അതിക്രൂരമായ വിളയാട്ടം നടന്നപ്പോ അതിനെതിരെ പത്രമാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന വിധത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും ഈ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ വിജയം എന്ന് പറയുന്നത് മണിക്കൂറുകൾ മതി. ഈ പരിപാടിക്ക് തന്നെ മണിക്കൂറുകളുടെ ആയുസേ ഉള്ളൂ ഇതിന്റെ പ്രചരണത്തിന്. വെറും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പകൽ മുഴുവൻ നോമ്പെടുത്തിട്ട് തറാവി നിസ്കാരം കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് ആവേശത്തോടു കൂടി നൂറുകണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി അത് അത്രമാത്രം ഗൗരവമുള്ളതാണ്. രാജ്യത്തിന്റെ എല്ലാ മുക്കും മൂലകളും ഇതുപോലെയുള്ള
പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുകയല്ല, വിഷയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട TH ധാർമി ഉസ്താദ് അവர்களுണ്ട്. ഒരു ഇലക്ഷൻ വരുമ്പോ, ഒരു പാർലമെന്റ് ഇലക്ഷൻ ആകട്ടെ, ഒരു നിയമസഭാ ഇലക്ഷൻ ആകട്ടെ, അതേ പ്രധാനമായ പാർട്ടികൾ വാശിയോടുകൂടെ മത്സരത്തോടു കൂടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന കുറെ വാഗ്ദാനങ്ങളുണ്ട്. പ്രകടന പത്രികയിലൂടെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയാറുണ്ട്. അതിൽ തൊഴിലില്ലാത്ത യുവാക്കൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തൊഴിൽ നൽകും, കർഷകർക്ക് ഇന്നാൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകും, വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഇങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ആവശ്യമായ ഉപകാരപ്രദമായ പ്രതീക്ഷ നൽകുന്ന ഒട്ടനവധി വാഗ്ദാനങ്ങളാണ് ഇക്കാലം അത്രയും പാർലമെന്റ് ഇലക്ഷന്റെയും നിയമസഭാ ഇലക്ഷന്റെയും മുന്നോടിയായിട്ട് പ്രകടന പത്രികയിലൂടെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ധ്രുവീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. പള്ളികളൊക്കെ ഞങ്ങൾ തകർക്കും, അവിടെ ഞങ്ങൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കും, ഏക സിവിൽ കോഡ് കൊണ്ടുവരും, മുത്തലാഖ് നിരോധിക്കും, അതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് ക്രിമിനൽ കുറ്റം ചുമത്തിക്കൊണ്ട് ഉള്ളിലിടും. ഇനി അതും കഴിഞ്ഞ് 2024 ഇപ്പതാ ഈ പൗരത്വ നിയമം അതാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോഴേക്ക് നമുക്കറിയാം രാമരാജ്യം. രാമന് പോലും താല്പര്യമില്ലാത്ത, രാമന് പോലും അങ്ങനെ ഊഹിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് സ്വന്തമായിട്ട് രാജ്യം വേണമെന്നുള്ളത്. അങ്ങനെ ഒരു രാമരാജ്യം സ്ഥാപിക്കുമെന്നുള്ള ഇതുപോലെയുള്ള ഈ രാജ്യത്ത് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തെ ആക്രമിക്കാനും രാജ്യത്തെ കീഴ്പ്പെടുത്താനും വന്നിരുന്ന വൈദേശിക ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിച്ച, അവിടെ ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും MP നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകളും അവര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി രാജ്യത്തിന്റെ ശത്രുക്കളെ തിരിച്ചറിയുകയും അങ്ങനെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തരികയും ചെയ്ത ആ ആളുകളെ അന്ന് അപ്പുറത്തു നിന്ന് അവർക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് ഒറ്റിക്കൊടുക്കുകയും അവർക്ക് വേണ്ടി മാപ്പെഴുതി കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഇന്ന് വലിയ വലിയ തെറ്റായ പ്രചരണങ്ങൾ, ചരിത്രത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ട് ഇവിടെ ഒരു വിഭാഗത്തെ അകറ്റി നിർത്തിയിട്ട് രാജ്യത്ത് നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ഇവിടെ കടന്നു വന്നവരാണ്, നമുക്കിവിടെ വീട് വെക്കാനോ നമുക്കിവിടെ വോട്ടവകാശത്തിനോ അല്ലെങ്കിൽ നമുക്കിവിടെ പഠന സൗജന്യ വിദ്യാഭ്യാസത്തിനോ ഒന്നും അവകാശമില്ലാത്തവരാണ്, അങ്ങനെ നിങ്ങൾ പൗരത്വം തെളിയിക്കേണ്ടി വരും എന്നൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള ആശയങ്ങളുമായിട്ടൊക്കെ വരുന്ന സമയത്താണ് ആർക്കാണ് ഇവിടെ പൗരത്വം ചോദിക്കാനുള്ള അവകാശം എന്ന് ചോദിച്ച് രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള, ഇന്ത്യ രാജ്യത്തെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ പ്രക്ഷോഭം അത് സ്ത്രീകളും കുട്ടികളും യുവാക്കളും നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തുകൊണ്ട് രാവും പകലുമില്ലാതെ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അതൊരു വലിയ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ രാജ്യത്ത് ജനിച്ചവരാണെങ്കിൽ ഇവിടെ മരിച്ചിട്ടേ ഇവിടുന്ന് പിരിയുകയുള്ളൂ, അല്ലാതെ ഇവിടുന്ന് കെട്ടിയിട്ട് രാജ്യം വിടാൻ തയ്യാറില്ലാത്തവരാണ് ഈ ഇരുന്നവർ. അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷമല്ല. ഈ രാജ്യത്തൊരു ഹിന്ദു ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ രാജ്യക്കാരനാണ്. ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി ഈ രാജ്യത്ത് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ അവൻ ഈ രാജ്യക്കാരനാണ്. ആ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള രാജ്യത്തിന്റെ ശില്പികളായ ആളുകളൊക്കെ പറഞ്ഞത് ഇനി ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെങ്കിലും ശ്രീലങ്കയിൽ നിന്നും നേപ്പാളിൽ നിന്നും ഇങ്ങോട്ട് അഭയം തേടി വന്നവരാണെങ്കിലും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർ ഞങ്ങളുടെ അതിഥികളാണ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ് ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളുടെ പൗരത്വം ചോദിക്കുന്നത്. ആ പൗരത്വം ചോദിക്കുന്നവരോട് ഇന്നത്തെ ഈ പ്രതിഷേധം ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്തി വെക്കാം. ഒറ്റ രാത്രി കൊണ്ട് മണിക്കൂറുകളെ കൊണ്ട് നൂറുകണക്കിന് ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു മൈക്ക് പെർമിഷനോ അല്ലെങ്കിൽ ഒരു പ്രചരണമോ ഒരു ബാനറോ ഒരു നോട്ടീസിന്റെ പൊടി പോലും ഇല്ലാതെ ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു കൊടുങ്കാറ്റായി മേലാറ്റൂർ ആഞ്ഞടിക്കാൻ ഒരു ദിവസം മതി. ഇവിടെ കോർഡിനേഷന് ആവശ്യപ്പെടാനുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതൊന്ന് രേഖപ്പെടുത്തി വെക്കുക, എന്നിട്ട് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ഒന്ന് അയച്ചു കൊടുക്കുക. ഇവിടെ ജനിച്ച ഓരോ ഇന്ത്യക്കാരനും അത് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവരെ കൂടെ ഈ മുസ്ലിമീങ്ങളും ഉണ്ടാകും.
മുസ്ലിമുകൾ ഒരൊറ്റ കുട്ടി നമ്മളുടെ അയൽവാസികൾ നമ്മുടെ രാജ്യത്തെ മറ്റു മതസ്ഥരാണെങ്കിലും നിങ്ങൾ പറയുന്നത് 6 മതക്കാർക്ക് ഇവിടെ നിൽക്കാമെന്നാണ്. ബംഗ്ലാദേശിൽ നിന്ന് വന്ന, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന, പാകിസ്ഥാനിൽ നിന്ന് വന്ന 6 ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളവരെ ഞങ്ങൾ പരിശോധിച്ചിട്ടേ ഇവിടെ നിർത്തുള്ളൂ എന്ന. പക്ഷെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികളായ ഞങ്ങൾ പറയുന്നു, ഇവിടേക്ക് വന്നവർ, ഇവിടെ ജനിച്ചു വീണവർ മുഴുവനും ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് മാത്രമല്ല, ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഇവിടേക്ക് അഭയം തേടി വന്നിട്ടുണ്ടെങ്കിൽ മാന്യമായി അവരെ സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വിഷയ അവതരണത്തിന് വേണ്ടി ബഹുമാന്യനായ TH ദാരിമി ഉസ്താദ് അവരുടെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും ഒരേ മനസ്സായി നമ്മുടെ സ്വന്തം മണ്ണിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ മഹത്തായ പരിപാടിയുടെ ഈ ഉജ്ജ്വലമായ പ്രതിഷേധത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഇനിയും പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അഭിനന്ദനായ അധ്യക്ഷൻ മൊയ്തീൻകുട്ടി ദാരിമി അത് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ഒരുപാട് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു വിഷയമാണ് നമ്മുടെ വിഷയം. ഇതേ വിഷയത്തിൽ നമ്മുടെ മനസ്സുകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഇതേ പ്രതിഷേധവുമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിൽ 250-ലധികം കേസുകൾ ഇതേ സമയം ഈ കരി നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി വന്നിരിക്കുകയാണ്. രാജ്യമുടനീളം വലിയ പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, കാര്യങ്ങളെല്ലാം വാചാലമാണ്. ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പോവുകയല്ല, മറിച്ച് ഇവിടെ ബഹുമാന്യനായ മൊയ്തീൻകുട്ടി ദാരിമി സൂചിപ്പിച്ചതുപോലെ വളരെ ഭീതിതമായ ഒരു സൂചന ഇതിലൂടെ പ്രകടമായിരിക്കുന്നു. അതിനെയാണ് നാം ഏറ്റവും ഗൗരവമായി കാണേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ, ആരൊക്കെയോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ചെല്ലാം പലതരം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ രാജ്യം, ഈ ഭാരത രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഇത് രൂപപ്പെട്ടത് വിവിധങ്ങളാകുന്ന സംസ്കാരങ്ങളുടെ ദാനങ്ങളിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ദാനങ്ങളുടെ ശക്തി കൊണ്ടാണ് ഈ രാജ്യത്തിന് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സ്വാതന്ത്ര്യാനന്തരം അഭിമാനകരമായ അസ്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ പഠിച്ചതും നടന്ന് വളർന്നു വന്നതുമെല്ലാം ഈ ഒരു വൈവിധ്യവും ഈ വൈജാത്യവും ഇതെല്ലാം കാത്തു സംരക്ഷിച്ചുകൊണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാളിതുവരെ നമ്മുടെ ഭരണഘടന നമ്മളെ ഭാരതീയർ എന്നല്ലാതെ, ഇന്ത്യക്കാർ എന്നല്ലാതെ, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെന്നല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാർ എന്ന് വിളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു നിയമം ഏതെങ്കിലും ഒരു മതക്കാരെന്ന് പ്രത്യേകമായി വിളിച്ചിട്ടില്ല. എല്ലാ വ്യക്തികൾക്കും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും വകവെച്ച് നൽകുന്ന ഭരണഘടനയാണ് നാം ഭാരതീയർ മാറോട് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇത്രയും കാലം ഐക്യത്തോടെ അഖണ്ഡതയോടുകൂടെ മുന്നോട്ട് പോയ നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആശങ്ക ഇതാണ്. എന്താണെന്നാൽ മതക്കാരെ വേർതിരിച്ച് വിളിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ വിളി വന്നിരിക്കുന്നത് ഒരുപക്ഷെ മുസൽമാന്മാർക്കെതിരാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. അത് ശരിയാണ് താനും. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ മറ്റു മതസമൂഹങ്ങളെ ഓരോരുത്തരെയും ഇന്ന സമുദായത്തിന് ഇനി ഇന്ന അവകാശമില്ല, ഇന്ന സമുദായത്തിന് ഇനി ഇന്ന അധികാരമില്ല എന്ന് പറയാനുള്ള ഒരു തുടക്കത്തിനാണ് ഇവിടെ നാന്തി കുറിക്കപ്പെടുന്നത്. ആയതുകൊണ്ട് ഈ ഭീഷണി മുളയിൽ തന്നെ നുള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ ആശങ്കയോടുകൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഈ ഒരു നിയമവുമായി അതിൻ്റെ പ്രാബല്യത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമസ്യ നമ്മൾ പൂരിപ്പിക്കേണ്ടത് മറ്റൊരു രൂപത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് ഒരു രാജ്യത്തെ പൗരന്മാർ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ പരമാവധി ഇതെല്ലാം തന്നെയാണ്. ഈ അർത്ഥത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ നമ്മുടെ കോടതികളെ സമീപിക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ
പ്രതിഷേധമെന്ന് പറയുന്നത് നാളുകൾക്കകം നമ്മുടെ മുമ്പിൽ കൈവരുന്ന ഒരവസരമുണ്ട്. അതൊരു രാജ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അവകാശമാണ്. ആ അവകാശമാണ് ആയിരിക്കേണ്ടതാണ് രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി കാണാൻ എല്ലാ മതേതര വിശ്വാസികളും, ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ മാത്രം മാറി നിൽക്കുന്നത് കൊണ്ടായില്ല. ഇത് മതങ്ങളെ ഓരോരുത്തരെയും, തങ്ങൾക്കിഷ്ടമില്ലാത്ത മതങ്ങളെ ഓരോരുത്തരെയും വേറെ വേറെ കള്ളികളിലേക്ക് മാറ്റി എഴുതാനുള്ള ഗൂഢതന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കി അതിനു വേണ്ടി വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെയും എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന എല്ലാ പൊതുരംഗങ്ങളെയും വളരെ മാന്യമായി, വളരെ ജനാധിപത്യപരമായി ഉപയോഗപ്പെടുത്തുവാൻ നമ്മളെല്ലാവരും മനസ്സോട് മനസ്സ് ചേർന്ന് ഇതുപോലെ നിൽക്കണമെന്ന് മാത്രം അഭിപ്രായപ്പെടുകയും അതിനു വേണ്ടി ഈ റമദാനിൻ്റെ രാത്രിയിൽ എല്ലാം മറന്ന്, വൈജാത്യങ്ങൾ മറന്ന്, വിഭിന്നമായ കാഴ്ചപ്പാടുകൾ മറന്ന് എല്ലാവരും ഒന്നായി വിഷയത്തിലേക്ക് മാത്രം നോക്കി ഒരുമിച്ച് കൂടിയതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്നത് ഇനിയും പോരാട്ടത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും നാളുകളാണ്. ഈ കാര്യങ്ങളെല്ലാം ഒരു ദിവസത്തിനേക്കാൾ വഷളായ സാഹചര്യത്തിലേക്കാണ് അടുത്ത ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ആയതുകൊണ്ട് ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ അണമുറിയാൻ സാധ്യതയില്ല, ഈ ജ്വാലകൾ കെട്ടടങ്ങാൻ സാധ്യതയില്ല. ആയതുകൊണ്ട് തന്നെ അവിടെയെല്ലാം എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ മഹല്ല് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രതിനിധാനം ചെയ്യുന്ന ജനസമൂഹം ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം എപ്പോഴും വളരെ അച്ചടക്കത്തോടുകൂടി രാജ്യത്തിൻ്റെ പൊതു നിയമങ്ങളെ പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടുമാണ് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള അവസരങ്ങളിലും നമ്മുടെ പ്രതിഷേധം നാം വളരെ മാന്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കരിനിയമത്തിനെതിരെ നാം പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് എല്ലാവരോടും അഭിപ്രായപ്പെടുകയാണ്. ഈ രാത്രി ഏറെ വൈകിയ ഈ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ മനസ്സ് വെച്ച എല്ലാ സുഹൃത്തുക്കളെയും, എല്ലാ സഹോദരങ്ങളെയും, എല്ലാ സഹപ്രവർത്തകരെയും, എല്ലാ സ്നേഹിതരെയും ഞാൻ സ്നേഹധന്യമായി അഭിവാദ്യം ചെയ്യുകയാണ്.